ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാമുകൾക്കും അതുപോലെ തന്നെ RRBയുടെ എക്സാംസിനും ഒക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഇമ്പോർട്ടന്റ് ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ. കൂടുതലും ഏത് സ്റ്റേജിലാണ് ഈ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതിന്റെ പ്രത്യേകത, എപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും. എന്നിരുന്നാലും ഏത് സ്റ്റേജിലാണ് ഈ സെലിബ്രേറ്റുകൾ ഈ ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. കൂടുതൽ എല്ലാ സ്റ്റേജിലെയും പഠിക്കണം. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു ക്ലാസ് 3 പാർട്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. 3 ക്ലാസ്സുകളായിട്ടായിരിക്കും ഇമ്പോർട്ടന്റ് ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ കവർ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഇത്രത്തോളം 10-30ഓളം സ്റ്റേറ്റുകളുടെയും യൂണിയൻ ടെറിട്ടറീസിന്റെയും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സ്റ്റേറ്റുകളിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ് പഠിക്കാറുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് 3 ഭാഗമായിട്ട് ഈ ഒരു ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ഒരു ഭാഗം പഠിക്കുമ്പോൾ ഒരു 10ഓളം വരുന്ന സ്റ്റേറ്റുകളിലെ ഫെസ്റ്റിവൽസ്, അതിന്റെ പ്രത്യേകതകൾ ഒക്കെ പഠിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഇത് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു പെന്നും പേപ്പറും എടുത്ത് മാക്സിമം നോട്ട്സ് ഉണ്ടാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ കാണുന്നവർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഈ പേരുകൾ നമ്മുടെ മെമ്മറിയിൽ നിൽക്കാൻ സാധ്യതയുള്ളൂ. പേരുകൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അതാണ് ഒരു സ്റ്റേജിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കി തന്നെ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് SSCയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നാഗാലാൻഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. ഹോൺബിൽ ഫെസ്റ്റിവൽ ചോദ്യം ചോദിക്കുന്നത് കൂടുതലും ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഹോൺബിൽ എന്ന് പറയുന്ന ബേർഡിനെ നമുക്കറിയാം അല്ലെ. ഹോൺബിൽ ഒരു ബേർഡ് ആണെന്ന് നമുക്കറിയാം. ആ ഒരു ബേർഡിന്റെ ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഡ്രസ്സിങ്സ് ഒക്കെ ചെയ്ത് നാഗാലാൻഡിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഫെസ്റ്റിവലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. ഇപ്പൊ ഹോൺബിൽ ഫെസ്റ്റിവൽ ഒത്തിരി എക്സാംസിന്, SSCയുടെ ഒത്തിരി എക്സാംസിനും റെയിൽവേയുടെ എക്സാംസിനും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഹോൺബിൽ ഫെസ്റ്റിവൽ ആണെങ്കിൽ അത് നാഗാലാൻഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും നാഗ ട്രൈബ്സ് അവരുടെ പ്രത്യേകതകൾ, അവരുടെ യുണീക്നെസ്, അവരുടെ ട്രൈബുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷോക്കേസ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ഡിസംബർ 1 മുതൽ 10 വരെയുള്ള ഡേറ്റുകളിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫെസ്റ്റിവൽ മാത്രമേ നാഗാലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചുള്ളൂ. നാഗാലാൻഡിലെയാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ കൃത്യമായിട്ട് പഠിച്ചു. നാഗാലാൻഡ് ഹോൺബിൽ, ഹോൺ അല്ലെ, എന്തെങ്കിലും ഒരു കോഡ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. നാഗാലാൻഡ്, ഹോൺബിൽ അല്ലെങ്കിൽ ഹോൺബിൽ. ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒരു ടേം ഉടക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് സംശയം വരുന്നില്ല. അപ്പൊ നാഗാലാൻഡിലെയാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. അടുത്തത് നമുക്ക് ഉത്തർപ്രദേശിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് പഠിക്കാം. ഉത്തർപ്രദേശിലെ ഫെസ്റ്റിവൽസ് പഠിക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ക്ലൂ കിടപ്പുണ്ട്. ഇത് തെറ്റിപ്പോവാതിരിക്കാൻ ഒരു ക്ലൂ കിടപ്പുണ്ട്. ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നാണ് അല്ലെ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. അവിടെ പ്രത്യേകിച്ചും ഈ പറയുന്ന ഫുഡ് ഐറ്റംസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫെസ്റ്റിവൽസ് ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ആദ്യം കലാനമക് റൈസ് ഫെസ്റ്റിവൽ, റൈസ് അല്ലെ, കലാനമക് റൈസ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതുപോലെ സ്ട്രോബെറി ഫെസ്റ്റിവൽ അല്ലെ, ഫ്രൂട്ട് ആണ്, സ്ട്രോബെറി ഫെസ്റ്റിവൽ, ജാഗരി ഫെസ്റ്റിവൽ. ഇത് 3 നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ ഒരു തരത്തിൽ എളുപ്പമായിരിക്കും. അപ്പൊ ഉത്തർപ്രദേശ് എന്ന് കേൾക്കുമ്പോൾ ഫുഡ് ഐറ്റംസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട, നമ്മൾ ഭക്ഷിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, ഫ്രൂട്ട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ കലാനമക് റൈസ് ഫെസ്റ്റിവൽ 2021 സിദ്ധാർത്ഥ് നഗറിൽ സെലിബ്രേറ്റ് ചെയ്ത സ്ഥലമാണ് പറഞ്ഞിരിക്കുന്നത്, സിദ്ധാർത്ഥ് നഗർ. ഇനി സ്ട്രോബെറി ഫെസ്റ്റിവൽ 2021 സെലിബ്രേറ്റ് ചെയ്തത് ഝാൻസിയിലാണ്. അതുപോലെ ജാഗരി ഫെസ്റ്റിവൽ 2021 സെലിബ്രേറ്റ് ചെയ്തത് ലക്നൌവിലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ 3 ഫെസ്റ്റിവൽസും സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ റൈസുമായിട്ട് ബന്ധപ്പെട്ട് കലാനമക് റൈസ് ഫെസ്റ്റിവൽ, സ്ട്രോബെറി ഫെസ്റ്റിവൽ, ജാഗരി ഫെസ്റ്റിവൽ, ഇത് 3 എവിടെയാണ്? UP, ഉത്തർപ്രദേശ്. ഇനി മറ്റൊരു ഫെസ്റ്റിവൽ കൂടി ഞാൻ പറയുന്നു, ഹുണാർ ഹാത്ത് 2022 ഹുണാർ ഹാത്ത്. ഇത് ആർട്ടിസാൻസിന്റെയും ക്രാഫ്റ്റുകളൊക്കെ ചെയ്യുന്ന ആളുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ സ്കില്ലുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് ഹുണാർ ഹാത്ത് എന്ന് പറയുന്നത്. അത് ന്യൂസിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. 2022 41ാമത്തെ ഹുണാർ ഹാത്ത് സെലിബ്രേറ്റ് ചെയ്ത് ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് ഇവിടെ പറയുന്നത്. അത് വെന്യൂസ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ 2022 ഹുണാർ ഹാത്ത് സെലിബ്രേറ്റ് ചെയ്തത് എവിടെയാണ്? അത് 41ാമത്തേതാണ്, 41st ആണ്. അത് സെലിബ്രേറ്റ് ചെയ്തത് ആഗ്രയിലാണ്, ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ്. അത് ഓർക്കുക. ഇനിയും അതിനു മുമ്പ് 2021 40th ഹുണാർ ഹാത്ത് സെലിബ്രേറ്റ് ചെയ്തത് മുംബൈയിലാണ്. അപ്പൊ ആ ഒരു പോയിന്റ് കൂടി, മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് 40th ഹുണാർ ഹാത്ത് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പൊ അത് രണ്ടും തിരിഞ്ഞു പോകാതെ പഠിക്കുക. 41st ഹുണാർ ഹാത്ത് ആണ്
ഉത്തർപ്രദേശിൽ ആഗ്രയിൽ സെലിബ്രേറ്റ് ചെയ്തു 41st. റീസെന്റ് ആയിട്ടുള്ളത് 2021 മുംബൈയിൽ സെലിബ്രേറ്റ് ചെയ്തു. മഹാരാഷ്ട്ര മുംബൈയിലാണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം ഈ ഒരു സ്റ്റേറ്റിൽ മാത്രം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ എന്ന രീതിയിലല്ല ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിന്റെ വെന്യൂസ് ഡിഫറെന്റ് ആണ്. അപ്പൊ അത് ഓർത്തോളൂ. അത് ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ത്രിപുരയിലെ ഫെസ്റ്റിവൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ത്രിപുരയിലെ 3 പേരുകളാണുള്ളത്. ത്രിപുര അല്ലെ, ത്രിപുരയിലെ 3 ഫെസ്റ്റിവൽസ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഒന്ന് കർച്ചി ഉത്സവ്, 2 പൗഷ് പർബൻ മേള, പോഷ് പർബൻ മേള. മൂന്നാമത്തെ ലായ് ഹരോബ. ഇത് ഒരുപാട് എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ലായ് ഹരോബ 3 പേരുകൾ ഓർക്കുക. കർച്ചി ഉത്സവ്, പൗഷ് പർബൻ മേള, ലായ് ഹരോബ. മൂന്ന് ഫെസ്റ്റിവൽസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇതിനൊക്കെ നമുക്കൊരു ക്ലൂ ഉപയോഗിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ ക്ലൂ കൃത്യമായിട്ട് എന്റെ മനസ്സിൽ ഞാനിത് പറയുന്ന ക്ലൂസ് നിങ്ങളോട് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു ഭാഗം എടുക്കുക. കർച്ചി, പൗഷ്, ലായ്, ഈ 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്ന്, ഈ ഒരു ഉത്സവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഫെസ്റ്റിവലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന 3 പാർട്ടുകൾ ഏതെങ്കിലും ഒരു ഭാഗം വെച്ചിട്ട് നിങ്ങൾ റിമൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ത്രിപുര എന്ന് കേൾക്കുമ്പോൾ ആ 3 പാർട്ടുകളായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അപ്പൊ ത്രിപുരയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് കർച്ചി ഉത്സവ്, പൗഷ് പർബൻ മേള, ലായ് ഹരോബ. അപ്പൊ ത്രിപുര, കർച്ചി ഉത്സവ്, പൗഷ് പർബൻ മേള, ലായ് ഹരോബ. ഇതിൽ നിന്ന് വീണ്ടും ഈ പേരുകൾ ചുരുക്കി നിങ്ങൾ കോഡ് ഉണ്ടാക്കി പഠിക്കാൻ ശ്രമിക്കുക. കോഡുകൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു. കോഡുകൾ വെറുതെ കുറെ കോഡ് പറഞ്ഞു തരുന്നതിൽ അർത്ഥമില്ല. കോഡുകൾ നിങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയാലുള്ള ഗുണം, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് ആ കോഡ് പോകില്ല. ഞാനൊരു കോഡ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ കോഡ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടി വരും. നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കോഡ് ഉണ്ടാക്കി പഠിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോ ത്രിപുരയിൽ നിന്നുള്ള 3 ഫെസ്റ്റിവൽസ് പറഞ്ഞു. കർച്ചി ഉത്സവ്, പൗഷ് പർബൻ, ലായ് ഹരോബ. ഈ കർച്ചി ഉത്സവത്തിന്റെ പ്രത്യേകതയാണ് വർഷിപ്പ് ഓഫ് 14 ഡേറ്റീസ്, 14 ഡേറ്റീസിന്റെ വർഷിപ്പ് ആണ് കർച്ചി ഉത്സവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ആ ഫെസ്റ്റിവൽസിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്ന രീതിയിലാണ് ഒരു പോയിന്റ് അവിടെ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പോഷ് പർബൻ മേള എന്ന് പറയുന്നത് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. ടൂറിസം പ്രൊമോട്ട് ചെയ്യാനാണ് പോഷ് പർബൻ മേള സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ ലായ് ഹരോബ വളരെ ഫേമസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരുപാട് വട്ടം SSC ചോദിച്ചിട്ടുള്ളത്. ലായ് ഹരോബ ഫെസ്റ്റിവൽ ടു സെലിബ്രേറ്റ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഗോഡ്സ് ഇൻ ക്രിയേറ്റിംഗ് ദ യൂണിവേഴ്സ്. അല്ലെ, ദൈവങ്ങളുടെ ഒരു പങ്ക്, യൂണിവേഴ്സ് ഉണ്ടാക്കാൻ ഉള്ള ദൈവങ്ങളുടെ ഒരു പങ്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവലാണ് ലായ് ഹരോബ. അപ്പം ത്രിപുര എന്ന് കേൾക്കുമ്പോൾ തന്നെ കർച്ചി ഉത്സവ്, പോഷ് പർബൻ ആൻഡ് ലായ് ഹരോബ 3 പേരുകൾ. നമുക്ക് അടുത്ത സ്റ്റേറ്റിന്റെ പഠിക്കാം. ഒഡീഷയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന 5 ഫെസ്റ്റിവൽസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒഡീഷ എന്ന് കേൾക്കുമ്പോൾ ഈ ഫെസ്റ്റിവൽസിന്റെ പേരുകൾ ഓർക്കുക. ഒന്നാമത്തത് ബലിയാത്ര, 2 നുവാഖായ്, 3 രാജ് പർവ്, 4 ബോയ്ത് ബന്ദാന, 5 തോഷാലി നാഷണൽ ക്രാഫ്റ്റ്സ് ഫെയർ. തോഷാലി നാഷണൽ ക്രാഫ്റ്റ്സ് ഫെയർ 5 പേരുകൾ പറഞ്ഞു. അപ്പൊ അതിൽ നിന്നും ഷോർട്ടാക്കി നമ്മൾ ബലി ഓർക്കുന്നു. അതുപോലെ നുവാഖായ്, രാജ്, ബോയ്ത് ആൻഡ് തോഷാലി. ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു കോഡാക്കുക. നിങ്ങൾ ഓർക്കണം. ഇതിനൊരു സെന്റൻസ് ഒക്കെ ആക്കാൻ പറ്റും. ഇങ്ങനെയുള്ള വേർഡ്സ് വെച്ചിട്ട് ഒരു സെന്റൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ സെന്റൻസ് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക, അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഒഡീഷയിലെ ഫെസ്റ്റിവൽസ് ആണ് ബലിയാത്ര, നുവാഖായ്, രാജ് പർവ്, ബോയ്ത് ബന്ദാന ഉത്സവ്, തോഷാലി നാഷണൽ ക്രാഫ്റ്റ് ഫെയർ. ഓക്കെ, അപ്പൊ ഒഡീഷ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ത്രിപുരയിലെ 3 ഫെസ്റ്റിവൽസ് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു. ഏതൊക്കെയാണെന്ന് ഓർമ്മയുള്ളവർ കമന്റ് ചെയ്തേ. ത്രിപുരയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ് ഓർമ്മയുള്ളവർ കമന്റ് ചെയ്തേ. അതുപോലെ നമ്മൾ പഠിച്ച ബാക്കിയുള്ളത് ഉത്തർപ്രദേശിലെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, നാഗാലാൻഡിലെ പറഞ്ഞായിരുന്നു. ഇതൊക്കെ ഓർമ്മയുള്ളവർ കമന്റ് ചെയ്യണം. മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ പറയുമ്പോൾ ജസ്റ്റ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക മാത്രമല്ല, നിങ്ങൾ റെസ്പോണ്ടും കൂടെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ പറയുക, ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ വീണ്ടും റീകോൾ ചെയ്ത് പറയാൻ ശ്രമിക്കുക. അങ്ങനെ പറയുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ നിങ്ങളുടെ മെമ്മറിയിൽ അത് രജിസ്റ്റേർഡ് ആവും. ഇല്ലെങ്കിലുള്ള പ്രോബ്ലം, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇനി കാണാൻ പോകുന്ന എക്സാമിന്റെ ടൈമിലായിരിക്കും. എക്സാമിന്റെ ടൈമിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതാണോ ഇതാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് മെമ്മറി, നമ്മളൊരു GK സബ്ജക്ട്സ് പഠിക്കുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ 2 ആണ്. 1 നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, 2 റീകോൾ ചെയ്യുക. ഈ 2 കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ എക്സാമിന് വീണ്ടും പോകുമ്പോഴും നിങ്ങൾക്ക് ഉറപ്പായിട്ട് സംശയമുണ്ട്. ഇപ്പം രാജ് പർവ് എന്ന് പറയുന്നത് എവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒഡീഷയാണോ ത്രിപുരയാണോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇതെല്ലാം നിങ്ങൾ വായിച്ചതാണ്. അതേസമയം ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേട്ടു, റിപ്പീറ്റ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കേട്ടു, പിന്നെ എക്സാമിന് പോകുന്നതിന് മുമ്പ് വീണ്ടും ഒന്നുകൂടെ കേട്ടാൽ നിങ്ങൾക്ക് ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാവും.
അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ഓർക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് ഒരു വട്ടം ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ ഓരോ സ്റ്റേറ്റുകൾ എടുത്തിട്ട് ആ സ്റ്റേറ്റുകൾ റിമൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ 2 വട്ടം നിങ്ങൾ റിമൈൻഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മെമ്മറിയിൽ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഒഡീഷയിലെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ് പറഞ്ഞ ഏതൊക്കെയാണ്? ബലി യാത്ര, നുവാഖൈ, രാജ് പർവ്, ബോയ്ത് ബന്ദാന ഉത്സവ്, തോഷാലി, നാഷണൽ ക്രാഫ്റ്റ് ഫെയർ. ഇപ്പൊ ഓരോന്നിന്റെ പ്രത്യേകത കൂടി നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒഡീഷയിലെ റിച്ച് കൾച്ചർ സെലിബ്രേറ്റ് ചെയ്യാനാണ് ബലി യാത്ര. അതുപോലെ നുവാഖൈ എന്ന് പറയുന്നത് ആനുവൽ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ്, വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഫെസ്റ്റിവൽ ആണ് നുവാഖൈ. ആനുവൽ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ് നുവാഖൈ. അതുപോലെ രാജ് പർവ് എന്ന് പറയുന്നത് ബിഗിനിങ് ഓഫ് മൺസൂണിന്റെ ബിഗിനിങ് സെലിബ്രേറ്റ് ചെയ്യുന്നു. ആൻഡ് മദർ എർത്ത് ഇസ് വർഷിപ്ഡ്. ഇത് രണ്ടുമാണ് രാജ് പർവിന്റെ പ്രത്യേകത. പിന്നെ ഇവിടെ പറയുന്നത് തൊഷാലി നാഷണൽ ക്രാഫ്റ്റ് ഫെയർ ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഈ 2020 ലാസ്റ്റ് നടന്ന ക്രാഫ്റ്റ് ഫെയറിന്റെ മെയിൻ തീം എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ടു ദ ക്രാഫ്റ്റ് ഓഫ് കൈഞ്ച ഗോൾഡൻ ഗ്രാസ് എന്ന് പറയുന്ന തീമിനെ ബേസ് ചെയ്താണ് ഈ ലാസ്റ്റ് നടന്ന ക്രാഫ്റ്റ് ഫെയറിന്റെ ഒരു തീം. ഡെഡിക്കേറ്റഡ് തീം എന്ന് പറയുന്നതാണ് ഗോൾഡൻ ഗ്രാസ് ആണ് അതിന്റെ ഒരു ബേസിക് തീം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, തൊഷാലി നാഷണൽ ക്രാഫ്റ്റ് ഫെയർ. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റേറ്റിലേക്ക് വരാം. നെക്സ്റ്റ് ന്യൂഡൽഹിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ് ആണ്. ഇത് നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്, ഒന്ന് വായിച്ചു നോക്കാം. ഭാരത് ഭാഗ്യവിദാത ഫെസ്റ്റിവൽ എവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നു? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭാരത് ഭാഗ്യവിദാത ഫെസ്റ്റിവൽ എവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നു? അത് ഡൽഹിയിലാണ് സെലിബ്രേറ്റ് ചെയ്തത്. 2022 സെലിബ്രേറ്റ് ചെയ്തത് ഡൽഹിയിലാണ്. ടു കമമറേറ്റ് ഹെറിറ്റേജ് ഓഫ് ദ കൺട്രി. അപ്പൊ ആ പേരിനകത്ത് തന്നെ ഉണ്ടല്ലേ, ഭാരത് ഭാഗ്യവിധാത. നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയിൽ തന്നെയാണ് ഭാരത്, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഫെസ്റ്റിവൽ ആണ് ഭാരത് ഭാഗ്യവിധാത ഫെസ്റ്റിവൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ന്യൂഡൽഹിയിലാണ്, നമ്മുടെ ക്യാപിറ്റൽ ടെറിട്ടറിയിൽ തന്നെയാണ് അത് സെലിബ്രേറ്റ് ചെയ്തതെന്ന് ഓർക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നീടുള്ള ഫെസ്റ്റിവൽസ് ആണ് ഭാരത് ഡ്രോൺ ഫെസ്റ്റ് 2022, ഡ്രോൺ ഫെസ്റ്റ് 2022, ജ്യോതിർഗമയ ഫെസ്റ്റ് 2022, ആദി മഹോത്സവ് 2021. ഇത് മൂന്നും സെലിബ്രേറ്റ് ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പം ഇവിടെ ഓർക്കുക, ന്യൂഡൽഹി എന്ന് കേൾക്കുമ്പോൾ ഭാരത് ഭാഗ്യവിധാത, ഡ്രോൺ ഫെസ്റ്റിവല്, ജ്യോതിർഗമയ ആദി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ന്യൂഡൽഹിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ് ആണെന്ന പേരിൽ ഓർക്കുക. അപ്പൊ ഭാരത്, ഡ്രോൺ, ജ്യോതിർഗമയ, ആദി മഹോത്സവ്, ഇത്രയും കാര്യങ്ങളാണ് ന്യൂഡൽഹിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങളിത് ഈ രീതിയിൽ തന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിച്ച് ഈ ടോപ്പിക്കുകൾ പഠിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കില്ല. ഇത് വീണ്ടും ചോദിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് വായിക്കാനും പഠിക്കാനും പറയുന്നത്. അടുത്ത ഉത്തരാഖണ്ഡിലെ ഫെസ്റ്റിവൽ. ഉത്തരാഖണ്ഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ്. ഒന്ന് ഇന്റർനാഷണൽ യോഗ ഫെസ്റ്റിവൽ 2021 സെലിബ്രേറ്റ് ചെയ്തത് ഉത്തരാഖണ്ഡിലെ ഋഷികേശിലാണ്. യോഗ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർത്തോളുക, ഋഷികേശ് യോഗ. ഇന്റർനാഷണൽ യോഗ ഫെസ്റ്റിവൽ 2021 സെലിബ്രേറ്റ് ചെയ്തത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. രണ്ടാമത്തെ പേര് ഉത്തരാഖണ്ഡ് എന്ന് കേൾക്കുമ്പോൾ അപ്പൊ യോഗ ഓർമ്മ വരണം. പിന്നെ ഓർമ്മ വരേണ്ടത് ഫൂൽ എന്ന് വെച്ചാൽ എന്താ? ഫ്ലവേഴ്സ് ആണ്. ഫൂൽ ഡേ ഫെസ്റ്റിവൽ ഫൂൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് ആണ് അല്ലെ. ഇപ്പം വാലി ഓഫ് ഫ്ലവേഴ്സ് ഒരു നാഷണൽ പാർക്കാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് അത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നാഷണൽ പാർക്കിന്റെ കൂട്ടത്തിലാണ് പഠിക്കുന്നത് അല്ലെ. വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡിലാണ്. അപ്പൊ അതറിയുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പൊ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ്. ആ ഫ്ലവേഴ്സിന്റെ ഹിന്ദിയാണ് ഫൂൽ എന്ന് പറയുന്നത്. ഫൂൽ ഡേ ഫെസ്റ്റിവലും ഇന്റർനാഷണൽ യോഗ ഫെസ്റ്റിവലും ഇത് രണ്ടും സെലിബ്രേറ്റ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. അപ്പൊ ഓർത്തോളുക. അപ്പൊ ഉത്തരാഖണ്ഡ് എന്ന് കേൾക്കുമ്പോൾ 2 കാര്യങ്ങളാണെന്ന്, യോഗ ആൻഡ് ഫൂൽ. ഫൂൽ ഇത് രണ്ടുമാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടത്. അടുത്ത ആസാമിലെ ഫെസ്റ്റിവൽസ് ഓഫ് ആസാം. ഒന്നാമത്തെ ബൈക്കോ ഫെസ്റ്റ്. 2 ടീ ഫെസ്റ്റിവൽ തേയിലയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഏറ്റവും നല്ല തേയില ഉണ്ടാക്കുന്ന സ്ഥലമാണ്, ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് ആസാം എന്ന് നമുക്കറിയാം. അപ്പൊ ആസാമിൽ തന്നെ അതിന്റെ ഫെസ്റ്റിവൽ ഉണ്ട്, ടീ ഫെസ്റ്റിവൽ. അടുത്താണ് ബൊഹാഗ് ബിഹു അടുത്ത ഫെസ്റ്റിവൽ ആണ്. ലാസ്റ്റ് ഫെസ്റ്റിവൽ ആണ് വാൻജുവ ഫെസ്റ്റിവൽ. 4 ഫെസ്റ്റിവൽസ് ആണ് ആസാമിൽ പഠിച്ചത്. ആദ്യം പഠിച്ചത് ബൈക്കോ ഫെസ്റ്റിവൽ. ബൈക്കോ ഫെസ്റ്റിവൽ അത് റാഫ ട്രൈബ്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവരുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ തന്നെയാണ് ആ ബൈക്കോ ഫെസ്റ്റിവൽ. രണ്ടാമത്താണ് ടീ ഫെസ്റ്റിവൽ. ആസാം എന്ന് കേൾക്കുമ്പോൾ തന്നെ ടീക്ക് സ്പെഷ്യാലിറ്റി ഉള്ള സ്റ്റേറ്റ് ആണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഓർത്തോളുക. ആസാം ഏറ്റവും നല്ല ടീ ഉണ്ടാക്കുന്ന സ്ഥലമാണ്
ആസാം. അതുകൊണ്ട് ബൈക്കോ ഫെസ്റ്റിവല്, ടീ ഫെസ്റ്റിവല്, പിന്നീട് പറഞ്ഞതാണ് ബൊഹാഗ് ബിഹു, ബൊഹാഗ് ബിഹു, ബിഹു ഓർമ്മയുണ്ടോ? നമ്മൾ ഡാൻസ് ഫോംസ് പഠിച്ചപ്പോൾ ബിഹു സത്രിയ എന്നൊക്കെ പറയുന്ന ഡാൻസ് ഫോംസ് നമ്മൾ പഠിച്ചതാണ് ആസാമുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അത് ഇവിടെ ലിങ്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പം ബൈക്കോ ഫെസ്റ്റ്, ടീ ഫെസ്റ്റിവൽ, ബൊഹാഗ് ബിഹു, ലാസ്റ്റ് വാൻചുവ ഫെസ്റ്റിവൽ 2021 വാൻചുവ ഫെസ്റ്റിവൽ 2021 സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ് ആ. വർഷം ജസ്റ്റ് റീസെന്റ് ആയിട്ടുള്ളതിന്റെ വർഷം പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പം ബൈക്കോ ഫെസ്റ്റിവൽ, ടീ ഫെസ്റ്റിവൽ, ബൊഹാഗ് ബിഹു ഫെസ്റ്റിവൽ, വാൻചുവ ഫെസ്റ്റിവൽ, ഇത്രയും ആസാമിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ് ആണ്. അപ്പൊ ഇതെല്ലാം ലിങ്ക് ചെയ്ത് പഠിക്കണം. ഓർമ്മയിലിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് ഇത് ഓർക്കാൻ പറ്റുള്ളൂ. അടുത്തത് മഹാരാഷ്ട്രയിലെ ഫെസ്റ്റിവൽസ് ആണ് നമ്മൾ നോക്കുന്നത്. മഹാരാഷ്ട്രയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഹുണാർ ഹാത്ത് ഫെസ്റ്റിവൽ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ. ഹുണാർ ഹാത്ത് നേരത്തെ പറഞ്ഞതാണ്. ഉത്തർപ്രദേശിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞത് 2022 ഹുണാർ ഹാത്ത് സെലിബ്രേറ്റ് ചെയ്തത് ഉത്തർപ്രദേശിലെ ആഗ്രയിലാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. 2022 ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള 2021 ഹുണാർ ഹാത്ത് സെലിബ്രേറ്റ് ചെയ്തത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണെന്ന് നമ്മൾ പറഞ്ഞു. മുംബൈയിലാണ് നേരത്തെ പറഞ്ഞത്. ജസ്റ്റ് ഒന്നുകൂടെ നിങ്ങൾ റിമൈൻഡ് ചെയ്തോളൂ. അടുത്ത 2 ഇമ്പോർട്ടന്റ് ഫെസ്റ്റിവൽസ് ആണ് മഹാരാഷ്ട്രയിലെ. ഒന്ന് കാലാഘോഡ ഫെസ്റ്റിവൽ. കാലാഘോഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹോഴ്സ് എന്നാണ് അർത്ഥം. കാലാഘോഡ ബ്ലാക്ക് ഹോഴ്സ്, ഘോഡ എന്ന് വെച്ചാൽ ഹോഴ്സ് ആണ്, കാല എന്ന് വെച്ചാൽ ബ്ലാക്ക് അല്ലെ. അപ്പൊ ബ്ലാക്ക് ഹോഴ്സ് അല്ലെങ്കിൽ കാലാഘോഡ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നതും മഹാരാഷ്ട്രയിലാണ്. അത് ആർട്ടിന്റെ ഒരു ഫെസ്റ്റിവലാണ്. ആർട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട, തിയേറ്ററുമായിട്ട്, നാടകവുമായിട്ട് ബന്ധപ്പെട്ട, മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട, ഫിലിംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ട് ബേസ്ഡ് ഫെസ്റ്റിവലാണ് കാലാഘോഡ ഫെസ്റ്റിവൽ. ആർട്ട് ബേസ്ഡ് ഫെസ്റ്റിവൽ കാലാഘോഡ ഫെസ്റ്റിവൽ. ഇനി അടുത്തൊരു ഫെസ്റ്റിവലാണ് മർബത്ത് ഫെസ്റ്റിവൽ. മർബത്ത് ഫെസ്റ്റിവൽ മഹാരാഷ്ട്രയിലെ തന്നെ നാഗ്പൂരിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നാഗ്പൂർ മർബത്ത് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. എന്നിരുന്നാലും മഹാരാഷ്ട്ര നമ്മൾ ഓർത്താൽ മതി. ഇപ്പൊ മർബത്ത് ഫെസ്റ്റിവല് 2022 സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. അത് മഹാരാഷ്ട്രയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആളുകൾ സോഷ്യൽ പ്രോബ്ലംസ്, അവരുടെ സൊസൈറ്റിയിലുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫെസ്റ്റിവൽസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഒരു 9ഓളം സ്റ്റേറ്റ്സ്, 8-9 സ്റ്റേറ്റ്സ് നമ്മൾ പഠിച്ചു. ഇനി ഒരു 2 സെഷൻസും കൂടെ നമ്മൾ ഫെസ്റ്റിവൽസ് പഠിക്കുമ്പോൾ നമുക്ക് ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അടുത്ത ഒരു സെഷൻ, രണ്ടാമത്തെ ഒരു സെഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും. അങ്ങനെ ഇനി വരുന്ന 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഫെസ്റ്റിവൽസിന്റെ കാര്യം കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.